ഹായ് ഹലോ നമസ്കാരം. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ അപ്ഡേറ്റഡ് ആയിട്ട് പഠിക്കണം. അപ്ഡേറ്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ചോദ്യപേപ്പറിനും നിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കില്ല. നമ്മൾ അതുകൊണ്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കണോമിക്സിലെ ഒരു അപ്ഡേഷൻ ക്ലാസ് ആണ്. ഇത് UPSC PSC എക്സാംസിന് സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു തീമാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് GST. ന്യൂസിൽ കത്ത് നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് അല്ലേ. GSTയുടെ കാര്യത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങളും ഇപ്പോൾ വന്നിട്ടുണ്ട്. കുറച്ചു കാലമായി ഇതൊക്കെ വന്നിട്ട് പല കുട്ടികളും ഈ ടോപ്പിക്കിൽ ക്ലാസ് വേണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് മുതൽ 10th +2 ലെവൽ എക്സാംസ് 2027 വരെയുള്ള എക്സാംസിനെല്ലാം ഈ ഒരു ടോപ്പിക് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് നോട്ട്സും കാര്യങ്ങളും എല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. ചാനലിന്റെ ലിങ്ക് കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡെയിലി രാവിലെ അവിടെ തരുന്ന മോക്ക് ടെസ്റ്റുകൾ എല്ലാവരും ചിട്ടയായി തന്നെ അറ്റംപ്റ്റ് ചെയ്യുക. ഫ്രീ മോക്ക് ടെസ്റ്റ് ആണ്. നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകുക കേട്ടോ. എല്ലാവരും ചാനൽ മെമ്പേഴ്സ് ആവുക. ഒന്നാമതായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം, GST എന്താണ് എന്നുള്ളൊരു ബേസിക്സ് നമുക്ക് നോക്കാം. അപ്പം അത് ഡീപ്പായിട്ട് ബേസിക്സിലേക്ക് പോകുന്നില്ല, അതിന്റെ ക്ലാസ് നമുക്ക് പിന്നെ ഒരു ദിവസം ചെയ്യാം. ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ GST എന്ന് പറയുന്നത് 101ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് അനുസരിച്ച് 2017 കൊണ്ടുവന്നൊരു ടാക്സ് സിസ്റ്റമാണ്. ടാക്സ് ആണത്. ടാക്സ് രണ്ട് ടൈപ്പ് ഉണ്ടല്ലേ. നമ്മൾ നേരിട്ട് ഗവൺമെന്റിന് കൊടുക്കുവാണെങ്കിൽ അതാണ് ഡയറക്റ്റ് ടാക്സ്. നമ്മൾ ഇൻകം ടാക്സ് നമ്മൾ നേരിട്ടാണ് ഗവൺമെന്റിന് അടയ്ക്കുന്നത്. അതല്ല ഇപ്പൊ നിങ്ങൾ കടയിൽ പോയി ഒരു ചാക്ക് അരി വാങ്ങിക്കുന്നു, അതിന് നിങ്ങൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ടാക്സ് നിങ്ങൾ ഗവൺമെന്റിന് നേരിട്ടാണ് കൊടുക്കുന്നത്, അല്ല അരി വാങ്ങിക്കുന്ന കടയിലെ ചേട്ടന് കൊടുക്കും. ആ ടാക്സും കൂടെ ചേർത്താണ് ചേട്ടൻ നിങ്ങളിൽ നിന്ന് കാശ് വാങ്ങിക്കുന്നത്. ആ ചേട്ടനാണ് ആ ടാക്സിന് ഗവൺമെന്റിന് കൊടുക്കുന്നത്. അതാണ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയും. ഇപ്പൊ നിങ്ങൾ കടയിൽ പോയി എന്ത് വാങ്ങിച്ചാലും 99% സാധനങ്ങൾ ടാക്സ് ഉണ്ട്. അതാണ് ഇൻഡയറക്റ്റ് ടാക്സ്. ഈ ഇൻഡയറക്റ്റ് ടാക്സിന് ഒരു പ്രശ്നമുണ്ട്. കുറേ ടൈപ്പ് ടാക്സ് ഉണ്ട്. ഒക്ട്രോയ്, അത് ഇത്, വാറ്റ്, ചപ്പ്, ചവറെന്ന് പറഞ്ഞിട്ട് കുറെ ടാക്സുകളുണ്ടായിരുന്നു. GST വന്നപ്പോൾ ഇതിനെ എല്ലാത്തിനെയും കൂടെ അങ്ങ് ഏകീകരിച്ച് സെൻട്രൽ ഗവൺമെന്റിനെയും സ്റ്റേറ്റ് ഗവൺമെന്റിനെയും ഒക്കെ ഏകീകരിച്ചിട്ട് ടാക്സ് സിസ്റ്റം അങ്ങ് എന്താ പറയുക സ്റ്റേബിൾ ആക്കി, അല്ലെങ്കിൽ കുറെ കൂടെ ഇന്റഗ്രേറ്റഡ് ആക്കി എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഇവിടെ 3 തരത്തിലുള്ള ടാക്സുകളാണ് ഉള്ളത്. സ്റ്റേറ്റ് ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ് GST, സെൻട്രൽ ഗവൺമെന്റിനുള്ള സെൻട്രൽ GST, CGST എന്ന് പറയും. അപ്പോ സപ്പോസ് കേരളത്തിൽ നിന്നുള്ളൊരു ഒരു വസ്തു അത് നമ്മൾ ആന്ധ്രാപ്രദേശിൽ കൊണ്ടുപോയി വയ്ക്കുന്നു. അപ്പൊ ഒരു സംസ്ഥാനം മറ്റൊരു സംസ്ഥാനത്തേക്ക് കൊടുത്തല്ലേ. അപ്പൊ അത്തരം സാഹചര്യം ഇൻട്രാ സ്റ്റേറ്റ് ട്രേഡ് വരുന്ന സാഹചര്യത്തിൽ ഇന്റഗ്രേറ്റഡ് GST എന്ന് വേറൊരു കോൺസെപ്റ്റ് ആണ് വരുന്നത്. അപ്പൊ ഇതാണ് നിങ്ങൾ ന്യൂസ് പേപ്പറിൽ കാണുമല്ലേ, ടാക്സ് കൂടി, GST കൂടി, GST കുറഞ്ഞു. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സംഭവത്തിന് 18% GST, അതിന് 5% GST എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ആരാ നിശ്ചയിക്കുന്നത്? GST റേറ്റ്സ് ഒക്കെ ആരാ നിശ്ചയിക്കുന്നത്? അതൊക്കെ നമ്മുടെ GST കൗൺസിലാണ് നിശ്ചയിക്കുന്നത്. ഫിനാൻസ് മിനിസ്റ്റർ ആണ് GST കൗൺസിലിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. GST കൗൺസിലിൽ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്, ഇപ്പൊ സംസ്ഥാനത്ത് നിന്നുള്ള ആൾക്കാരും കാണും, മെമ്പേഴ്സും കാണും, സെൻട്രൽ ഗവൺമെന്റ് നിന്നുള്ള മെമ്പേഴ്സും കാണും. നമുക്ക് അതിനെ പറ്റി വേണമെങ്കിൽ പിന്നീട് ചർച്ച ചെയ്യാം. കാരണം ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ക്യാപ്സ്യൂൾ ക്ലാസ് ആണ്. അതായത് എക്സാമിന് വരാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. സമയത്തിന്റെ പരിമിതി മൂലം നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. നേരത്തെ പറഞ്ഞ ടോപ്പിക്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി, നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. ഓക്കെ. എന്താണ് ഇപ്പോൾ GST വന്നിട്ടുള്ള മാറ്റം? GST ഇപ്പോൾ GST 2.0 എന്ന് പറയുന്ന പുതിയൊരു വേർഷനിലേക്ക് മാറിയിട്ടുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത്, പണ്ട് കാലത്ത് GST പ്രധാനമായിട്ടും 4 സ്ലാബുകളിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ചില ഐറ്റത്തിന് 5%, ചിലതിന് 12%, ചിലതിന് 18%, ചിലതിന് 28% വരെ ടാക്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഇതൊക്കെ നമ്മൾ മാറ്റി കുറെ കൂടെ സിംപ്ലിഫൈഡ് ആക്കി. ഇപ്പൊ 2 പ്രധാനപ്പെട്ട GST റേറ്റ്സ് മാത്രമേ ഉള്ളൂ. 5%, 18%. 5% മെറിറ്റ് റേറ്റ് എന്ന് പറയും. ഇപ്പൊ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള അരി, പഞ്ചസാര, അല്ലെ ഏറ്റവും ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ, അതിനൊക്കെ 5% ടാക്സേ ഉള്ളൂ. പക്ഷെ 18% ടാക്സ്, ഇപ്പം AC, അത് കുറച്ച് ലക്ഷൂരിയസ് സംഭവം അല്ലെ. AC അതിനൊക്കെ 18% ടാക്സ് ഉണ്ട്. അതാണ് സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ചില വസ്തുക്കൾ ഇപ്പോ ടുബാക്കോ അല്ലെ, അല്ലെങ്കിൽ പുകയില, പാൻ മസാല, അതുപോലെയൊക്കെയുള്ള മോശപ്പെട്ട ഗുഡ്സ് ഉണ്ടല്ലോ, ഡീമെറിറ്റ് ഗുഡ്സ് അല്ലെങ്കിൽ സിൻ ഗുഡ്സ് എന്ന് പറയും അല്ലെ, മദ്യം എന്നൊക്കെ പറയും അല്ലെ. തൽക്കാലം നിങ്ങൾ മദ്യത്തെ മാറ്റി നിർത്താം, ഇതിനെ മാത്രം നോക്കിയാൽ മതി. ലക്ഷറി ഐറ്റംസ്, സെലക്ടഡ് ലക്ഷറി ഐറ്റംസ്, അതിനൊക്കെ 40% വരെ ടാക്സ് ആണ്. മനസ്സിലായല്ലോ. ഇതിനെയൊക്കെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പാൻ മസാല വാങ്ങിച്ചു കഴിക്കുന്ന ആൾക്കാർ ആലോചിക്കുക, നിങ്ങൾ വാങ്ങിക്കുന്നതിന് 40% ഗവൺമെന്റിന് ടാക്സ് കൊടുക്കുക. ആ സമയത്ത് പോയി ഒരു ചാക്ക് അരി വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 5% ടാക്സ് കൊടുത്താൽ മതി. മനസ്സിലായല്ലേ. അരിയല്ല, മറ്റ് വസ്തുക്കൾക്ക്. ഓക്കെ. അപ്പൊ ഇവിടെ മറ്റു ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ ലൈഫ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി, ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് അല്ലെ. അതിനൊക്കെ GST നിന്ന് തന്നെ ഒഴിവാക്കി നമ്മൾ.
അതുപോലെ തന്നെ അൾട്രാ ഹൈ ടെമ്പറേച്ചർ മിൽക്ക്, പനീർ, പിന്നീട് ബ്രെഡ്, ഇന്ത്യൻ ബ്രെഡ്, ഇതിനൊക്കെ ആണെങ്കിൽ ഇപ്പൊ വളരെ എന്താ പറയാ 0% GST മാറി എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഇതൊക്കെ ഭക്ഷ്യവസ്തുക്കളാണല്ലോ, സാധാരണക്കാർക്ക് വേണ്ട സംഭവം. അപ്പൊ നിങ്ങൾക്കുള്ള ചോദ്യം തന്നെ എന്താണ് UHT, അൾട്രാ ഹൈ ടെമ്പറേച്ചർ മിൽക്ക് എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം. അത് നമുക്ക് ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ റാങ്ക് മേക്കിംഗ് ആവാൻ പോകുന്ന ഒരു ചോദ്യമാണ്. ഇതിന് ഉത്തരം അറിയാത്ത ആൾക്കാർ കമന്റ് സെക്ഷൻ നോക്കി ഉത്തരം പഠിച്ചിട്ട് ആ ഉത്തരം നിങ്ങൾ കമന്റ് ആയിട്ട് പറയാം കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ ചെറിയ ചെറിയ കാറുകൾക്കും TVക്കും AC-ക്കും ഒക്കെ പണ്ട് 28% GST ആയിരുന്നു. അതിപ്പോ ചുരുക്കി 18% ആക്കി. നിങ്ങൾ നോക്കാം. പിന്നീട് റിന്യൂവബിൾ എനർജി ഡിവൈസസ് അല്ലെ, ഇപ്പൊ സോളാർ പാനൽസ് ഒക്കെ ഉണ്ട്. അതിനെ മാക്സിമം ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുവാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ടാക്സ് റേറ്റ് 12% നിന്ന് 5% വരെ മാറ്റിയിട്ടുണ്ട്. ഇനിയാണ് ഹൈലൈറ്റ്. ഈ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടുന്ന പ്രധാനപ്പെട്ട 3 ലൈഫ് സേവിങ് ഡ്രഗ്സ് ഉണ്ട്. അതിനെയൊക്കെ പണ്ട് 12% GST കൊടുത്താണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അതിന് GST 0% മാത്രമാണ്. GST കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാൻസറിനും മറ്റു ചില റയർ ഡിസീസ്, അപൂർവമായിട്ടുള്ള ഡിസീസസിനെ ചികിത്സിക്കുന്ന ചില ഡ്രഗ്സ് ഉണ്ട്. 3 ടൈപ്പ് ഡ്രഗ്സ് ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് തൽക്കാലം പോകണ്ട. അതിന്റെ GST ഇപ്പോൾ 0% ആണ്. പണ്ട് 5% ആയിരുന്നു. പിന്നെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള മെഷീൻസ് അല്ലെ, ട്രാക്ടർ, ഹാർവസ്റ്റർ, കമ്പോസ്റ്റർ, അതിന്റെയൊക്കെ ടാക്സും 12% നിന്ന് 5% കുറച്ചു. ചുരുക്കി പറഞ്ഞാൽ സാധാരണക്കാർക്ക് വേണ്ടുന്ന സാധനങ്ങളുടെയൊക്കെ ടാക്സ് റേറ്റ് കുറച്ചു അല്ലെ. ഇനിയാണ് ഒരു ഹൈലൈറ്റ് വരാൻ പോകുന്നത്. സൾഫ്യൂരിക് ആസിഡിന്റെ, നൈട്രിക് ആസിഡിന്റെ, അമോണിയയുടെ GSTയും 18% നിന്നും 5% കുറച്ച്. എന്തുകൊണ്ടായിരിക്കും? സൾഫ്യൂരിക് ആസിഡിന് എന്താ കാര്യം? ഈ നൈട്രിക് ആസിഡിന്റെ, അമോണിയയുടെ GST സാധാരണക്കാർക്ക് എന്താ ഗുണം? ഒന്ന് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും റീസൺ? ഇതൊക്കെ നമ്മൾ വളം, ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് ആണ്. ഫെർട്ടിലൈസർ വേണ്ട ആർക്കാ? കർഷകന്. സാധാരണക്കാരനെ കർഷകനാണ് ഫെർട്ടിലൈസർ വേണ്ടത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ടാക്സ് റേറ്റ് കുറച്ച് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ്, മാർബിൾ, ലെതർ ഐറ്റംസിന്റെ GST 12 നിന്ന് 5% കുറച്ചു. എന്തുകൊണ്ടായിരിക്കാം അത് ചെയ്തത്? എന്തുകൊണ്ടായിരിക്കാം? ഈ ഇൻഡസ്ട്രീസിന്റെ പ്രത്യേകത എന്താ? ഹാൻഡിക്രാഫ്റ്റ്, മാർബിൾ, ലെതർ, ഇതൊക്കെ ലേബർ ഇന്റൻസീവ് സെക്ടർ എന്ന് പറയുന്നത്. കുറെ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന, സാധാരണക്കാർ ജോലി ചെയ്യുന്ന മേഖലയാണ് അല്ലെ. ഇപ്പോ കാർ പ്രൊഡക്ഷൻ, മാരുതിയുടെ ഒരു കാർ ഉണ്ടാക്കണം, അത് ക്യാപിറ്റൽ ഇന്റൻസീവ് സെക്ടർ ആണ്. അവിടെ കൂടുതൽ മെഷീൻസും റോബോട്ട്സും കാര്യങ്ങൾ ചെയ്യുന്നത്. മനുഷ്യന്മാർക്ക് ജോലി കൊടുക്കുന്നതിനേക്കാൾ അവിടെ മെഷീൻസിനാണ് ജോലി കൊടുക്കുന്നത് അല്ലെ. അത് ക്യാപിറ്റൽ ഇന്റൻസീവ് സെക്ടർ എന്ന് പറയും. പക്ഷെ ഇതൊക്കെ ലേബർ, സാധാരണക്കാർക്ക് ജോലി കൊടുക്കുന്നത് ലേബർ ഇന്റൻസീവ് സെക്ടർ ആണ്. അതുകൊണ്ട് തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടാക്സ് റേറ്റ് കുറച്ചു. നിങ്ങൾ ജസ്റ്റ് വെറുതെ പഠിച്ചു പോകാതെ കോണ്ടെക്സ്റ്റ് അറിഞ്ഞ് തന്നെ നിങ്ങൾ പഠിക്കുക കേട്ടോ. അങ്ങനെയാണ് നമുക്ക് പരീക്ഷയിൽ പെട്ടെന്ന് വിജയിക്കാൻ സാധിക്കുക. അത്തരത്തിൽ നിങ്ങളെ പെട്ടെന്ന് എക്സാംസ് ക്രാക്ക് ചെയ്യിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഡിഫറെന്റ് കോഴ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇനി വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിന് പഴുതടച്ച് പഠിക്കാനായിട്ട് കുറച്ച് സമയം നമ്മുടെ മുമ്പിലുള്ളൂ. പഴുതടച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ക്രാഷ് കോഴ്സ് ഉണ്ട്, ടെസ്റ്റ് സീരീസ് ബാച്ച് ഉണ്ട്, എല്ലാം ഉണ്ട്. റാങ്ക് ബൂസ്റ്റർ ബാച്ച് ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ അടുത്ത വർഷം വരാൻ പോകുന്ന എക്സാംസിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു ലോങ് ടേം അൾട്രാ ബാച്ച് ഉണ്ട്. 10th plus 2 ഡിഗ്രി ലെവലിൽ നിങ്ങൾക്ക് ഈ ബാച്ചിൽ നിന്ന് കോച്ചിങ് കിട്ടും. അപ്പൊ നിങ്ങളുടെ ഒരു സ്റ്റഡി ലെവൽ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. അതിന് ഉത്തരം നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം. ഇപ്പൊ ന്യൂസിൽ കത്തി നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് ഗോൾഡ്. സ്വർണ്ണ വില കൂടുന്നു കുറയുന്നു. ഗോൾഡിന് എത്ര ശതമാനം GST ആണ് നമ്മൾ ചുമത്തുന്നത്? നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്തേ. GST എത്രയാണ് ഗോൾഡിന് ചുമത്തുന്നത്? കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ സ്ട്രോങ് ആയിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.